ജാതി എന്ന സങ്കല്പത്തെ മാറ്റി നിർത്തി, അല്ലെങ്കിൽ ജാതി രാഷ്ട്രീയത്തെ മാറ്റി നിർത്തി ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യാൻ ആവില്ല എന്നതാണ് സത്യം. അല്ലെങ്കിൽ ആ സ്റ്റേജിൽ എത്തി നിന്നിട്ടില്ല ഇന്ത്യയുടെ സംവിധായകർ, ഇന്ത്യയുടെ ജനാധിപത്യ മനസ്സുകൾ ആ സ്റ്റേജ് വരെ ആയിട്ടില്ല. വികസിത രാജ്യങ്ങളെ പോലെ, അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളെ പോലെ, അല്ലെങ്കിൽ വളരെയധികം വികാസം പ്രാപിച്ചു എന്ന് നമ്മൾ കരുതുന്ന ചില രാജ്യങ്ങളെ പോലെ അവിടെയും ചില സങ്കുചിത ചിന്തകളുണ്ട്. അത് ജാതിയല്ല എന്നേ ഉള്ളൂ. പക്ഷേ ആ ലെവലിലേക്ക് ഇന്ത്യ എത്തിയിട്ടില്ല. ഇവിടെ ജാതി രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ തട്ടകം എന്ന് പറയുന്നത് ബീഹാർ സംസ്ഥാനമാണ്. എക്കാലത്തും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അവിടുത്തെ പാർട്ടികൾ, അത് ഏത് പാർട്ടിയാണെങ്കിലും, കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും, പ്രാദേശിക കക്ഷിയായ ജനതാദൾ യുണൈറ്റഡ് ആണെങ്കിലും, രാംവിലാസ് പാസ്വാൻ തുടങ്ങി ഇപ്പോൾ ചിരാഗ് പാസ്വാൻ നയിക്കുന്ന ലോക് ജനശക്തി പാർട്ടി ആണെങ്കിലും ശരി, നിതിൻ റാം മാഞ്ചിയുടെ അവാം മോർച്ച ആകട്ടെ, എല്ലാ പാർട്ടികളും അതത് ജാതി ബേസുകളുണ്ട്. അവർക്കൊരു ജാതി ബേസ് ഉണ്ട്, ഒരു സപ്പോർട്ട് ബേസ് ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നിതീഷ് കുമാറിൻ്റെ പാർട്ടി ജനതാദൾ യുണൈറ്റഡ് ഇപ്പോഴെടുത്ത ഒരു നിലപാടാണ് നമ്മുടെ ചർച്ചാ വിഷയം. ആ നിലപാട് രണ്ട് കാര്യങ്ങൾ, JDUവിൻ്റെ കഴിഞ്ഞ ദിവസം കൂടിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രണ്ട് കാര്യങ്ങളിൽ ശക്തമായ നിലപാടെടുത്തു. ജാതി സംവരണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അത്. ജാതി സംവരണം നമുക്കറിയാം, ഈ OBC സംവരണം വളരെ വലിയൊരു വിഷയമാണ്, ഭരണഘടനാപരമായ ഒരു വിഷയമാണ്. കോടതി പറഞ്ഞിരിക്കുന്നു, ജാതി സെൻസസിന് ശേഷം 65% സംവരണം, ജോലി സംവരണം ബീഹാറിൽ നിജപ്പെടുത്തിയത് ഭരണഘടനാപരമായി നിലനിൽക്കത്തക്കതല്ല എന്ന് ബീഹാറിലെ കോടതി വിധിച്ചിരിക്കുകയാണ്. അങ്ങനെ നിതീഷ് കുമാർ തന്നെ കൊണ്ടുവന്ന 65% സംവരണം ഒരിക്കലും 50% കൂടില്ല എന്ന വ്യക്തമായ സുപ്രീം കോടതി തീരുമാനമുണ്ട്. അതിനെ അതിലംഘിച്ചുകൊണ്ട് 65% സംവരണം അത് നെഗേറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ നിതീഷ് കുമാറും ജനതാദൾ യുണൈറ്റഡും അതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ ഒരു കാര്യം ആണ് ഒരു തീരുമാനം, അതുമായി മുന്നോട്ട് പോവുക എന്നതാണ് ഒരു തീരുമാനം. രണ്ടാമത്തെ തീരുമാനം അതിനേക്കാൾ ദൂരവ്യാപക ഫലമുണ്ടാക്കാൻ പര്യാപ്തമാണ്. അതായത് ബീഹാർ സംസ്ഥാനത്തിന് പ്രത്യേക പദവി വേണം. അതൊരാവശ്യമായി ഉന്നയിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ നമുക്കറിയാം 22 സംസ്ഥാനങ്ങൾ. ഈ സംസ്ഥാനങ്ങൾക്ക് എല്ലാം ഒരേപോലെയുള്ള സംസ്ഥാനങ്ങളാണ്. ഇപ്പോൾ കാശ്മീരിൻ്റെ കാര്യത്തിൽ ആർട്ടിക്കിൾ 370 തന്നെ അബ്രോഗേറ്റ് ചെയ്തതിൻ്റെ പിന്നിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം, വ്യത്യസ്തമായ രീതിയിലുള്ള പ്രദേശങ്ങളും സംസ്ഥാനങ്ങളും ഉണ്ടാകാൻ പാടില്ല, പ്രത്യേക പരിഗണനയുള്ള പ്രത്യേക സ്റ്റേറ്റസ് ഉള്ള സംസ്ഥാനങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അത് മാത്രമല്ല, നമ്മുടെ 5ാം ധനകാര്യ കമ്മീഷൻ 1969 മുതൽ അംഗീകരിച്ച ഒരു കാര്യമാണ്, വേണമെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് അവരുടെ സാമൂഹ്യ അല്ലെങ്കിൽ സാമ്പത്തിക പിന്നോക്കാവസ്ഥയും അവികസിതാവസ്ഥയും അവരുടെ ഭൂമിഘടനയും എല്ലാം നോക്കി പിന്നോക്ക സംസ്ഥാനങ്ങളായി പ്രഖ്യാപിക്കാനുള്ള ഒരു അനുമതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഈ അടുത്ത കാലത്തെ വീണ്ടും അങ്ങനെ സാധിക്കില്ല എന്ന് നീതി ആയോഗ് വ്യക്തമായി പറഞ്ഞു. 14ാം ധനകാര്യ കമ്മീഷൻ്റെ ശക്തമായ നിർദ്ദേശവും അതാണ്. ഒരു കാരണവശാലും ഒരു സംസ്ഥാനത്തിനും, ഭാരതത്തിലെ ഒരു സംസ്ഥാനത്തിനും പ്രത്യേക പദവി നൽകാൻ ആവില്ല. എന്താണ് ഈ പ്രത്യേക പദവി കൊണ്ടുള്ള പ്രയോജനം? പ്രത്യേക പദവി ലഭിച്ചാൽ, ഒരു സംസ്ഥാനത്തിന് പ്രത്യേക പദവി ലഭിച്ചാൽ ഇതൊരു വെറും അലങ്കാരം മാത്രമല്ല, മറിച്ച് കേന്ദ്ര പദ്ധതികൾ സംസ്ഥാനത്ത് നടക്കുമ്പോൾ സാധാരണഗതിയിൽ ഈ പണം ഷെയർ ചെയ്യുന്നത് 60% പണം കേന്ദ്രം കൊടുക്കുകയും 40% സംസ്ഥാനം സ്വരൂപിക്കുകയും ചെയ്യുക എന്നതാണ്. അതിനു പകരം 90% സഹായവും കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുക എന്നതാണ് ഇതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട നേട്ടം. ആ നേട്ടം ബീഹാർ ആഗ്രഹിക്കുന്നു. ബീമാരു സംസ്ഥാനങ്ങൾ എന്ന് പണ്ട് വിളിച്ചിരുന്നതിൽ ഒരു സംസ്ഥാനം ബീഹാറാണ്. ബീഹാർ, ആ വാക്ക് നോക്കൂ, ബീമാർ എന്ന് പറഞ്ഞാൽ രോഗാവസ്ഥ എന്നല്ലേ. ബീമാരു, BI ബീഹാർ, M മധ്യപ്രദേശ്, R രാജസ്ഥാൻ, UP ഉത്തർപ്രദേശ്, ബീമാരു, ഈ ഒരു സംസ്ഥാനങ്ങളിൽ ആദ്യ പേര് ബീഹാറിൻ്റേതാണ്. അപ്പോൾ എക്കാലത്തും പിന്നാക്കാവസ്ഥയാണ് എന്നതാണ് വിവക്ഷ. പക്ഷേ നിതീഷ് കുമാർ ഒരു വികസന നായകനായിട്ടാണ് അറിയപ്പെടുന്നത്. ബീഹാറിന് സ്റ്റെബിലിറ്റി കൊണ്ടുവന്ന ചാഞ്ചാട്ടമുണ്ട് രാഷ്ട്രീയത്തിൽ. അദ്ദേഹം പല ആവർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും NDAയിലും UPAയിലും ഒക്കെ ചാടിക്കളിച്ച് UPAയുടെ കൺവീനർ സ്ഥാനത്ത് വരെ, അല്ലെങ്കിൽ നേതാവ് കാരണവരായിട്ട് തന്നെ അദ്ദേഹം വന്നു.
പക്ഷേ ഇപ്പോൾ NDAയിലാണ്. രാഷ്ട്രീയ ചാഞ്ചാട്ടങ്ങളെല്ലാം കഴിയുമ്പോഴും അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് സ്ഥിരതയാർന്ന പ്രകടനം, സാമാന്യം അഴിമതി വിമുക്തമായ ഒരു പ്രകടനമാണ് നിതീഷ് കുമാർ കാഴ്ചവെക്കുന്നത്. അഴിമതിക്കാരായ ലാലു പ്രസാദിൻ്റെ പാർട്ടിയുണ്ട്, RJD, അതുപോലെ ഒരുപാട് അഴിമതി ഉള്ള ഒരു സംസ്ഥാനമാണ് ബീഹാർ. അവിടെയും നിതീഷ് കുമാർ താരതമ്യേന അഴിമതി കുറഞ്ഞ ഒരാളാണ്. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഈ രണ്ട് കാര്യങ്ങൾ, ഇനിയാണ് ട്വിസ്റ്റ്, ഈ രണ്ട് കാര്യങ്ങളും പ്രധാന NDA കക്ഷിയായ BJPക്ക് ചതുർത്ഥിയാണ്. അവർക്ക് അംഗീകരിക്കാനാവില്ല. ജാതി സെൻസസ് BJP അംഗീകരിച്ചിട്ടില്ല. ഇത് UPA മുന്നണിയുടെ ഭാഗമായി നിതീഷ് കുമാർ ഇരുന്ന സമയത്ത് കൊണ്ടുവന്ന ജാതി സെൻസസ് ആണ്. ആദ്യമായി ഇന്ത്യയിൽ ജാതി സെൻസസ്, ജാതി തിരിച്ചുള്ള സമുദായം ജാതിയൊക്കെ തിരിച്ചുള്ള ജനസംഖ്യയിലെ കണക്കെടുപ്പാണല്ലോ ജാതി സെൻസസ്. അങ്ങനെ കണ്ടെത്തപ്പെടുന്ന പിന്നാക്കാവസ്ഥ അനുസരിച്ച് സംവരണത്തിൻ്റെ തോത് നിശ്ചയിക്കാം എന്നതാണല്ലോ ജാതി സെൻസസ് കൊണ്ടുള്ള പ്രയോജനം. ആ ജാതി സെൻസസ് തുടരുമെന്നും അതുമായി ബന്ധപ്പെട്ട സംവരണ കാര്യങ്ങൾ തുടരുമെന്നും അതാണ് തങ്ങളുടെ തീരുമാനമെന്നും ജനതാദൾ എക്സിക്യൂട്ടീവ് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുമാത്രമല്ല BJPയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു തങ്ങളുടെ ഈ രണ്ട് തീരുമാനം, പ്രത്യേക സംസ്ഥാന പദവി തീരുമാനവും ജാതി സെൻസസുമായി മുന്നോട്ട് പോകണം, സംവരണത്തുമായി 65% സംവരണവുമായി മുന്നോട്ട് പോകണം, അതിനുവേണ്ട നിയമ നടപടികൾ സ്വീകരിക്കണം. ഇതെല്ലാം BJPയെ ഒട്ടൊന്നുമല്ല സമ്മർദ്ദത്തിലാക്കുന്നത്. നോക്കൂ, BJP ഇപ്പോൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുള്ള നിലയിലല്ല ലോക്സഭയിൽ. ആ BJPക്ക് ജനതാദൾ യുണൈറ്റഡ് നൽകുന്ന 12 MP-മാരുടെ പിൻബലം, അതുപോലെ ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടിയായ തെലുങ്കുദേശം പാർട്ടി നൽകുന്ന 16 MP-മാരുടെ പിൻബലം, ആ പിൻബലത്തിൽ കൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് അധികാരത്തിൽ തുടരാനും അല്ലെങ്കിൽ NDA മുന്നണിക്ക് മോദിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ തുടരാൻ കഴിയുന്നത്. ഈ വിഷയത്തിൽ JDU പിന്തുണ പിൻവലിക്കുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ കടുത്ത വിലപേശൽ മുൾമുനയിൽ, BJPയെ മുൾമുനയിൽ നിർത്താൻ നിതീഷ് കുമാർ വിചാരിച്ചാൽ കഴിയും. അതുമാത്രമല്ല, ചാഞ്ചാട്ടത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. 2025 ബീഹാർ നിയമസഭയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാർ കാറ്റ് മാറി വീശുന്നു എന്ന് തോന്നിയാൽ നിതീഷ് കുമാറിന് പ്രധാനം കേന്ദ്ര സർക്കാരോ ഒന്നുമല്ല, നിതീഷ് കുമാറിൻ്റെ മുഖ്യമന്ത്രി പദത്തിലിരിക്കണം, തൻ്റെ പാർട്ടി എക്കാലത്തും അധികാരത്തിലിരിക്കണം. അതിന് എന്തും വിട്ടുവീഴ്ചയും ചെയ്യാൻ അദ്ദേഹം തയ്യാറാകും. ഇവിടെ ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടി തേജസ്വി യാദവ് നയിക്കുന്ന രാഷ്ട്രീയ ജനതാദളുമായി ഒരിക്കൽ കൂടി മാറത്തു പുറത്തു, കോൺഗ്രസുമായി മാറത്തു പുറത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ മുന്നണിയിൽ വീണ്ടും പ്രവേശിക്കാൻ ബീഹാറിലെ മഹാഗഠബന്ധൻ ഒരിക്കൽ കൂടി നിതീഷിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ മടിക്കുന്ന ഒരാളല്ല നിതീഷ് കുമാർ. അത് അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമം, അത് തെളിവാണ്. അതുകൊണ്ട് അങ്ങനെ കണ്ണുമടച്ച് നിതീഷ് കുമാറിനെ പിണക്കി വിടാനാവില്ല. പാളയത്തിൽ പടയുണ്ട് എന്നൊരു പ്രതീതി ജനിപ്പിക്കാൻ NDAയ്ക്കും ആവില്ല. അതാണൊന്ന്. പക്ഷേ ഇതൊരു സ്പൈറലിംഗ് ഇഫക്റ്റാണ്. ഈ നിതീഷ് കുമാർ എന്ന് പോയിക്കോട്ടെ, നിതീഷ് കുമാർ തുറന്നു വിട്ട ഭൂതം, അല്ലെങ്കിൽ പ്രാദേശിക ഭൂതം, അല്ലെങ്കിൽ പ്രാദേശിക അടിസ്ഥാനത്തിൽ പ്രത്യേക സംസ്ഥാന പദവി എന്ന ഭൂതം ഏറ്റവും കൂടുതൽ ആവാഹിക്കാൻ സാധ്യതയുള്ളത് ആന്ധ്രാപ്രദേശിനെയാണ്. അവിടെയാണ് തെലുങ്കുദേശം പാർട്ടിയുടെ 16 MP-മാരുള്ളത്. ഈ 16 MP-മാർ നൽകുന്ന NDA മുന്നണിക്ക് നൽകുന്ന പിൻബലമൊട്ടൊന്നുമല്ല. അവർക്ക് 2 മന്ത്രിസ്ഥാനമാണ്, ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനവും ഒരു സഹമന്ത്രി സ്ഥാനവും മാത്രമാണ് തെലുങ്കുദേശത്തിന് കിട്ടിയത്. സ്പീക്കർ സ്ഥാനം പോലും ആദ്യം അവർ ആഗ്രഹിച്ചു എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ അവർ സ്പീക്കർ സ്ഥാനം വേണ്ട എന്ന നിലപാടിലാണ്. സ്പീക്കറല്ല, ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പോലും വേണ്ട എന്ന നിലപാടാണ്. സ്പീക്കർ കിട്ടിയില്ലല്ലോ, സ്പീക്കർ ഓം ബിർള തുടരുകയല്ലേ. അങ്ങനെ ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡു നിതീഷ് കുമാറിനോടൊപ്പമോ നിതീഷ് കുമാറിനേക്കാൾ നല്ല തന്ത്രജ്ഞനോ ആണ് നായിഡു. നായിഡുവും പല ചാട്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയിട്ടുള്ള ആളാണ്. BJPയുടെ ഉഗ്രൻ വിമർശകനായിരുന്നു നായിഡു ഒരു കാലത്ത്. ആ നായിഡു ഒന്നും കാണാതെ അല്ല NDA മുന്നണിയിൽ ചേർന്നിരിക്കുന്നത്. തൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിച്ചു നിർത്തി. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ആന്ധ്രയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുണ്ട്. BJPക്ക് അത് അദ്ദേഹത്തെ വലിച്ചിടാനാവില്ല. ഒരു സംവിധാനത്തിനും അടുത്ത 5 വർഷത്തേക്ക് ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡുവിനെ താഴെയിടാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ഇവിടെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിൻ്റെ വളരെ വലിയൊരു സ്വപ്നമുണ്ട്. താൻ തുടങ്ങിവെച്ച ഒരു സ്വപ്ന പദ്ധതി, അതാണ് മഹാനഗരം, ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം അമരാവതി. ഇവിടെ ജഗൻമോഹൻ റെഡ്ഡി വന്നപ്പോൾ 3 തലസ്ഥാനങ്ങൾ, ആന്ധ്രയുടെ 3 ഭാഗത്തായി 3 തലസ്ഥാനങ്ങൾ എന്ന ഫോർമുലയുമായി മുന്നോട്ട് പോവുകയായിരുന്നു.
ചന്ദ്രബാബു നായിഡുവിൻ്റെ സ്വപ്ന പദ്ധതിയായ പണി തുടങ്ങിവെച്ച ആ നഗരം, അമരാവതി നഗരം പൂർണ്ണതയിൽ എത്തിക്കുന്നതിന് കോടിക്കണക്കിന് പണം ആവശ്യമുണ്ട്. അതിന് കേന്ദ്ര സഹായം ഇല്ലാതെ അത് സംഭവിക്കില്ല. നമുക്കറിയാമല്ലോ, ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം വർഷങ്ങളായി ഹൈദരാബാദായിരുന്നു. ഇപ്പോൾ സംയുക്ത തലസ്ഥാനം ആന്ധ്രയുടെയും തെലങ്കാനയുടെയും സംയുക്ത തലസ്ഥാനം ഹൈദരാബാദാണ്. പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും സംയുക്ത തലസ്ഥാനം ചണ്ഡീഗഡ് ആണെന്ന് പറയുന്നത് പോലെ ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം പുതിയതായി ഇനി ഉണ്ടാകണം. ആ കാലാവധി അടുത്തു വരുന്നു. 2020 അടുത്ത വർഷത്തേക്ക് പുതിയ തലസ്ഥാനം റെഡിയാകണമെങ്കിൽ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. ആ വിട്ടുവീഴ്ചയായിരിക്കാം BJPയോടൊപ്പം ഇപ്പം ചേർന്ന് നിൽക്കുന്ന കാര്യം. അത് പ്രത്യയശാസ്ത്രപരമായ അടിത്തറയാണെന്ന് പറയാനാവില്ല. കാരണം ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടിക്ക്, തെലുങ്ക് ദേശത്തിന് ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ ലഭിക്കും. BJPയുടെ കോർ വോട്ട് ബാങ്കായ ഹിന്ദുത്വ വോട്ടുകൾ മാത്രമല്ല ചന്ദ്രബാബു നായിഡുവിന് കിട്ടുന്നത്. പ്രാദേശിക വോട്ടുകളുണ്ട്. അതുമാത്രമല്ല, അവരുടെ ആ തെലുങ്ക് ആത്മഗൗരവ എന്ന് പറയുന്ന NT രാമറാവുവിൻ്റെ ആ ഒരു മുദ്രാവാക്യം ഉണ്ടല്ലോ, തെലുങ്ക് പ്രൈഡ്. ആ തെലുങ്ക് പ്രൈഡിൻ്റെ ഇപ്പോഴത്തെ പതാകവാഹകരിൽ മുഖ്യനാണല്ലോ ചന്ദ്രബാബു നായിഡു. ഇതിനോടൊപ്പം എല്ലാം ചേർത്തുകൊണ്ട് അമരാവതി നഗരത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് ഒഴിയുന്നതിന് മുൻപ് തന്നെ അമരാവതിയിൽ തൻ്റെ സിംഹാസനം ഉറപ്പിക്കാൻ തീർച്ചയായും നായിഡു ചരട് വലിക്കും. അത് മാത്രമല്ല, നായിഡുവിന് തുടർഭരണം ഉറപ്പാക്കണമെങ്കിൽ നായിഡു കേന്ദ്രത്തിൽ നിന്നും വളരെ വലിയ സഹായം സ്വീകരിച്ചു, അല്ലെങ്കിൽ നായിഡുവിൻ്റെ വോട്ടർമാരെ സഹിക്കില്ല. അതുകൊണ്ടാണ് ആന്ധ്രാപ്രദേശിന് പ്രത്യേക സംസ്ഥാന പദവി ഉടനടി ആവശ്യപ്പെടുമെന്ന് തന്നെയാണ് എല്ലാ സൂചനകളും. അപ്പോൾ നിതീഷ് കുമാർ പട്നയിൽ, ബീഹാറിൽ തുറന്നുവിട്ട ആ ഒരു ഭൂതം ആന്ധ്രാപ്രദേശ് വഴി ഇനി മറ്റെല്ലാം എങ്ങോട്ടൊക്കെയാണ് പോകാനുള്ളത്? ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളും, ഏത് സംസ്ഥാനമാണ് ആഗ്രഹിക്കാത്തത്? അപ്പോൾ എല്ലാ സംസ്ഥാനവും ഒരിടത്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും കൊടുക്കേണ്ടി വരും. ഞാൻ ഒരു കാര്യം എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നൊരു കാര്യമുണ്ട്. അത് ആന്ധ്രാപ്രദേശെ വിഘടിച്ച് 2 സംസ്ഥാനമായ ഒരു കാര്യമാണ്. ആന്ധ്രാപ്രദേശും തെലുങ്കാനയും 2 സംസ്ഥാനങ്ങളായി മാറിയപ്പോൾ അതെന്താ കുഴപ്പം? ഭരണപരമായ സൗകര്യമല്ലേ അതിനകത്ത് കാര്യം? അല്ല, ഹിന്ദി ഹൃദയഭൂമിയിൽ അനേക സംസ്ഥാനങ്ങളുണ്ട്. ഹിന്ദി ഭാഷ സംസാരിക്കുന്ന അനേക പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനവിഭാഗങ്ങളുണ്ട്. അവർക്കെല്ലാം വ്യത്യസ്തമായ ഭരണ സൗകര്യത്തിനായി ജിയോഗ്രാഫിക്കലി സ്റ്റേറ്റുകളുണ്ട്. തനത് സാംസ്കാരിക തനിമയുമുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ വെർണാക്കുലർ ലാംഗ്വേജസ്, പ്രാദേശിക ഭാഷകൾ, തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം, മറാഠി, ഗുജറാത്തി, ഇതെല്ലാം സംസാരിക്കുന്ന പ്രദേശങ്ങൾക്ക് ഒറ്റ സംസ്ഥാനം മാത്രമേ ഉള്ളൂ. പക്ഷേ തെലുങ്ക് സംസാരിക്കുന്നവർക്ക് ഇപ്പോൾ 2 സംസ്ഥാനങ്ങളുണ്ട്. അപ്പം ആന്ധ്രാപ്രദേശ്, അവിഭക്ത ആന്ധ്രാപ്രദേശ് കാര്യങ്ങൾ പിടിച്ചു വാങ്ങാൻ കേന്ദ്രത്തിൽ നിന്നും, അന്ന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നാണ് പിടിച്ചു വാങ്ങിയത്. സോണിയാഗാന്ധിയുടെ ഒരു വിട്ടുവീഴ്ച കൊണ്ടാണ്. അന്നത്തെ UPA ഗവൺമെൻറ്, മൻമോഹൻ സിംഗിൻ്റെ 2ാം സർക്കാരിൻ്റെ കാലത്താണ് ഈ കോൺഗ്രസ് പാർട്ടി ആ തീരുമാനമെടുക്കുന്നത്, അല്ലെങ്കിൽ UPA മുന്നണി ആ തീരുമാനമെടുക്കുന്നത്. രാഷ്ട്രീയ തീരുമാനമാണ്. ആന്ധ്രാപ്രദേശിനെ വിഭജിച്ചുകൊണ്ട് തെലുങ്കാന. അപ്പോൾ എന്താണ്? കടിച്ചതുമില്ല പിടിച്ചതുമില്ല. ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസ് പാർട്ടി 8 നിലയിൽ പൊട്ടി, തെലുങ്കാനയിൽ 8 നിലയിൽ പൊട്ടി. ഇപ്പോൾ പയ്യെ പച്ച പിടിച്ചു വന്നു. ഇപ്പോൾ ലോക്സഭയിൽ പകുതി സീറ്റുകൾ ലഭിച്ചു, സംസ്ഥാനത്തിന് ഭരണം ലഭിച്ചു. കോൺഗ്രസ് പാർട്ടി 10 വർഷത്തിന് ശേഷമാണ് ഒന്ന് തലപൊക്കി വരുന്നത്. ആന്ധ്രയിൽ ആ സൂചനകളില്ല. കോൺഗ്രസ് പാർട്ടി തരിപ്പണമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്, കേന്ദ്രത്തിൽ നിന്നും കാര്യങ്ങൾ പിടിച്ചു വാങ്ങാനുള്ള കഴിവുള്ള ഒരു സംസ്ഥാനമാണ് ആന്ധ്ര. അവിടുത്തെ കഴിവുള്ള മുഖ്യമന്ത്രിയാണ് ചന്ദ്രബാബു നായിഡു. അങ്ങനെ നിതീഷും ചന്ദ്രബാബു നായിഡുവും കൂടെ ചേർന്നാൽ പലതും നടക്കും. ആദ്യം മുതൽ തന്നെ നമ്മൾ സംസാരിക്കുന്നതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായത് മുതൽ ഈ 2 പേരുടെ നിയന്ത്രണത്തിലായി പോകുമോ BJP? ഇല്ല എന്നായിരുന്നു ആദ്യത്തെ ഒരു നിഗമനം. കാരണം മന്ത്രിസഭാ തീരുമാനങ്ങൾ എടുത്തപ്പോൾ, മന്ത്രിസഭയുടെ വകുപ്പ് വിഭജനമാകട്ടെ, മന്ത്രിസഭയിൽ അംഗങ്ങളെ തീരുമാനിക്കുന്നതാകട്ടെ, BJP ഉദ്ദേശിക്കുന്നിടത്ത് കാര്യങ്ങൾ നിന്നു. സഖ്യകക്ഷികൾ വഴങ്ങി എന്നൊരു പ്രതീതിയാണ് ജനിച്ചത്. പയ്യ സഖ്യകക്ഷികൾ വാലുപൊക്കി തുടങ്ങുന്ന ആ കാഴ്ച, അതിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം, ഭരണസ്ഥിരതയെ അത് അട്ടിമറിക്കുമോ? എത്രത്തോളം വിട്ടുവീഴ്ച കേന്ദ്ര കക്ഷിയായ BJP NDA മുന്നണിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ 2 കക്ഷികൾക്ക്, നിതീഷ് കുമാറിനും ചന്ദ്രബാബു നായിഡുവിനും അനുവദിക്കും എന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം. മഹുവ മൊയ്ത്ര കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ പ്രസിഡന്റിൻ്റെ നയപ്രഖ്യാപന പ്രസംഗത്തിന് ഉള്ള ഒരു മറുപടി പ്രസംഗമെന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന് ശേഷം മഹുവ മൊയ്ത്രയുടെ, തൃണമൂൽ കോൺഗ്രസിൻ്റെ തീപ്പൊരി വനിതാ നേതാവ് മഹുവ മൊയ്ത്രയുടെ ഭാഗത്തു നിന്ന് ഉള്ള ഒരു കമൻറ്റ് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. NDA മുന്നണി എന്ന് പറയുന്നത് നിതീഷ് നായിഡു മുന്നണിയാണ്. അവരുടെ പട്ടട ഇവർ തോണ്ടും എന്ന രീതിയിൽ ഒരു പ്രവാചക ശബ്ദത്തിൽ മഹുവ മൊയ്ത്ര പറഞ്ഞത്
നടപ്പാകാതെ ഇരിക്കണമെങ്കിൽ BJPക്ക് വളരെ വലിയ വിട്ടുവീഴ്ച ഈ 2 സംസ്ഥാനങ്ങളോട്, ഈ 2 നേതാക്കളോട് കാട്ടേണ്ടി വരും എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം.